ഹായ് വെൽക്കം ബാക്ക്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പേജ് നമ്പർ 53 പ്രോബ്ലംസ് ആണ് ചെയ്തത്. ലെറ്റ് us കണ്ടിന്യൂ ഇറ്റ് ടുഡേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ നമ്പേഴ്സ് 1, 4, 8 ഓൺ എ ക്ലോക്ക്സ് ഫേസ് ആർ joined to make a triangle. Calculate the angles of this triangle. How many equilateral triangles can be made by joining numbers on the clock's face? അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ആദ്യം ചെയ്യാം. ഈ ക്ലോക്കിലെ നമ്പേഴ്സ് 1, 4, 8 ജോയിൻ ചെയ്ത് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഈസ് ടു ഫൈൻഡ് ദ ആംഗിൾസ് ഓഫ് ദിസ് ട്രയാങ്കിൾ. സോ ഐ എം ടേക്കിംഗ് ദ ട്രയാങ്കിൾ ആസ് ABC ആൻഡ് സെൻറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ആസ് O. ഒരു ക്ലോക്കിലെ അഡ്ജസൻ്റ് ആയിട്ടുള്ള, അതായത് തൊട്ടടുത്ത് വരുന്ന ഏതെങ്കിലും രണ്ട് നമ്പർ ആ ക്ലോക്കിൻ്റെ സെൻറ്ററിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? ടോട്ടൽ ആംഗിൾ ഈസ് 360 degree and here we have total 12 angles. So each angle is 360 by 12, 30 degree ആയിരിക്കും. അതായത് ഒരു ക്ലോക്കിൻ്റെ തൊട്ടടുത്ത് വരുന്ന രണ്ട് നമ്പേഴ്സ് ആ ക്ലോക്കിൻ്റെ സെൻറ്ററിൽ ഫോം ചെയ്യുന്ന ആംഗിൾ 30 degree ആയിരിക്കും. So angle formed by two adjacent numbers at the center of the clock is 360 by 12, 30 degree. ഈ പോയിന്റ് ഉപയോഗിച്ച് നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ആംഗിൾസ് കണ്ടുപിടിക്കാം. See this diagram now. Triangle is ABC. O is the center of the circle. Here how much is angle BOC? Angle BOC എത്രയായിരിക്കും ഇവിടെ? Angle BOC is, നമുക്കറിയാം, രണ്ട് തൊട്ടടുത്ത് വരുന്ന രണ്ട് നമ്പർ സെൻറ്ററിൽ ഫോം ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രി. അതായത് ഈ രണ്ട് നമ്പർ സെൻറ്ററിൽ ഫോം ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ 30 ഡിഗ്രി, അതുപോലെ ഈ ആംഗിൾ 30 ഡിഗ്രി. സോ ടോട്ടൽ ആംഗിൾ BOC എന്തായിരിക്കും? 4 into 30, അതായത് 120 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ BOC നമുക്ക് 120 ഡിഗ്രി കിട്ടി അല്ലേ? ആംഗിൾ BOC 120 ആണെങ്കിൽ ആംഗിൾ BAC എന്തായിരിക്കും? We learned that angle formed by an arc at its alternate arc is half the angle formed at the center. അതായത് ഒരാർക്ക് ആ സർക്കിളിൻ്റെ സെൻറ്ററിൽ ഫോം ചെയ്യുന്ന ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും അത് അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ഏതൊരു പോയിന്റിലും ഫോം ചെയ്യുന്ന ആംഗിൾ. അതുകൊണ്ട് ഇവിടെ ആംഗിൾ BAC ഈസ് ഹാഫ് ഓഫ് ആംഗിൾ BOC ആയിരിക്കും. ആംഗിൾ അറ്റ് ഓൾട്ടർനേറ്റ് ആർക്ക് ഈസ് ഹാഫ് ദ ആംഗിൾ അറ്റ് സെൻറ്റർ. ഹാഫ് ഇൻറ്റു ആംഗിൾ BOC വി ഗോട്ട് ആസ് 120 ഡിഗ്രി. So we got angle BAC as 60 degree. BAC നമുക്ക് 60 ഡിഗ്രി കിട്ടി. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ആംഗിൾ ABC, ആംഗിൾ ACB, we can find these angles also. Now let us try to find angle ABC. അടുത്ത നമുക്ക് ആംഗിൾ ABC, ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ നോക്കാം. അതിനുവേണ്ടി OAയും OCയും ജോയിൻ ചെയ്യുക. ആംഗിൾ AOC എത്രയായിരിക്കും? നമ്മളിപ്പോൾ ഈ നമ്പേഴ്സ് ഇതിൻ്റെ സെൻറ്ററുമായിട്ട് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ആംഗിൾസ് എത്രയായിരിക്കും? അതായത് ഈ ആംഗിൾ മേഡ് ബൈ ടു അഡ്ജസൻറ്റ് നമ്പേഴ്സ് അറ്റ് ദ സെൻറ്റർ 30 ഡിഗ്രി ആണ്. അതുകൊണ്ട് ഈ ആംഗിൾ 30 ആയിരിക്കും, ഇത് 30 ആയിരിക്കും, ഇത് 30 ആയിരിക്കും. അതുകൊണ്ട് ആംഗിൾ AOC എന്തായിരിക്കും? 3 into 30, 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ABC ആയിട്ട് കണ്ടുപിടിക്കാമോ? ആംഗിൾ ABC എന്തായിരിക്കും? ഈ തിയറം, ആംഗിൾ ഫോംഡ് ബൈ ആൻ ആർക്ക് അറ്റ് ഇറ്റ്സ് ഓൾട്ടർനേറ്റ് ആർക്ക് ഈസ് ഹാഫ് ദ ആംഗിൾ മേഡ് അറ്റ് ദ സെന്റർ. സോ ആംഗിൾ ABC ഈസ് ഹാഫ് ആംഗിൾ AOC ആയിരിക്കും. ഹാഫ് ഇൻറ്റു 90 ഡിഗ്രി, 45 ഡിഗ്രി വി ഗെറ്റ് ആസ് ആംഗിൾ ABC. അപ്പോൾ രണ്ട് ആംഗിൾസ് നമുക്ക് കിട്ടി. ആംഗിൾ A ഓൾറെഡി നമുക്ക് 60 ഡിഗ്രിന്ന് കിട്ടി. ആംഗിൾ B നമുക്ക് എത്ര കിട്ടി? ആംഗിൾ B 45 ഡിഗ്രി കിട്ടി. ഇനി ഈസി ആയിട്ട് ആംഗിൾ C കണ്ടുപിടിക്കാമല്ലോ. സോ ആംഗിൾ C ഈസ് 180 മൈനസ് ആംഗിൾ A പ്ലസ് ആംഗിൾ B ആയിരിക്കും. 180 മൈനസ് 60 പ്ലസ് 45 എന്ന് കിട്ടും. അതായത് 180 മൈനസ് 105, 75 degree. So we got all the angles of this triangle. Next part is how many equilateral triangles can we make by joining numbers on the clock's face?
അതായത് ഒരു ക്ലോക്കിലെ നമ്പേഴ്സ് ജോയിൻ ചെയ്താൽ എത്ര ഇക്വിലാറ്റർ ട്രയാങ്കിൾസ് കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഒരു ഇക്വിലാറ്റർ ട്രയാങ്കിളിന്റെ ഓരോ വെർട്ടെക്സ് ആംഗിളും ആംഗിൾ അറ്റ് ഈച്ച് വെർട്ടെക്സ് ഈസ് 60 ഡിഗ്രി. ഹിയർ വെർട്ടെക്സ് ആംഗിൾ അതായത് ഒരു ഇക്വിലാറ്റർ ട്രയാങ്കിളിന്റെ ഓരോ വെർട്ടെക്സിലെയും ആംഗിൾ എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ സെൻട്രൽ ഫോം ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് അതിന്റെ ഡബിൾ ആയിരിക്കും അല്ലേ? therefore സെൻട്രൽ ആംഗിൾ ഈസ് 120 ഡിഗ്രി ആയിരിക്കും. സെൻട്രൽ ആംഗിൾ ഈസ് ഡബിൾ ഓഫ് ദിസ് ആംഗിൾ 2 into 60 120 ഡിഗ്രി ആയിരിക്കും ഈ സെൻട്രൽ ആംഗിൾ. ഇനി നമുക്കറിയാം തൊട്ടടുത്ത് വരുന്ന രണ്ട് നമ്പേഴ്സ് സെൻട്രൽ ഫോം ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും നമ്മൾ പഠിച്ചല്ലേ? അതായത് ഈ ആംഗിൾ 30, ഇത് 30, ഇത് 30, ദിസ് ഓൾസോ 30. അങ്ങനെയാണ് ടോട്ടൽ 120 കിട്ടുന്നത്. അപ്പൊ ഈ രണ്ട് നമ്പേഴ്സ് ഈ വെർട്ടെക്സിൽ വരുന്ന രണ്ട് നമ്പേഴ്സ് ഈ കേസിൽ 1ഉം 5ഉം ആയിട്ട് കിട്ടി അല്ലേ? അടുത്ത വരുന്നത് 9. അതായത് ഈ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും? 4 ആയിരിക്കും. എങ്കിൽ മാത്രം നമുക്ക് ഇവിടെ ഒരു ഇക്വിലാറ്റർ ട്രയാങ്കിൾ കിട്ടുള്ളൂ. അതായത് സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി കിട്ടണം. ഈ 120 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? 4 into 30 ഡിഗ്രി ആണ്. അതായത് ഈ ക്ലോക്കിലെ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് 4 ആയിട്ട് എടുത്താൽ മാത്രമേ നമുക്കിവിടെ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ഇതൊരു കേസ്. ഇഫ് വി ജോയിൻ ദ നമ്പേഴ്സ് 1, 5, 9 വി ഗെറ്റ് ആൻ ഇക്വിലാറ്റർ ട്രയാങ്കിൾ. ഇനി വേറെ ഏതൊക്കെ കേസ് പോസിബിൾ ആണ്? നമുക്ക് ഡിഫറൻസ് 4 കിട്ടുന്ന രീതി എടുത്താൽ മതി അല്ലേ? അപ്പൊ നമുക്ക് ആ നമ്പേഴ്സ് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ഇക്വിലാറ്റർ ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ 2 സ്റ്റാർട്ട് ചെയ്താൽ 2 ഡിഫറൻസ് 4 ആണ്. 2 + 4 6, 6 + 4 10. അപ്പൊ ഈ നമ്പേഴ്സ് 2, 6, 10 ജോയിൻ ചെയ്താലും നമുക്ക് കിട്ടുന്ന ഇക്വിലാറ്റർ ട്രയാങ്കിൾ തന്നെ ആയിരിക്കും. അടുത്ത 3 സ്റ്റാർട്ട് ചെയ്യാം. 3 + 4 7, 7 + 4 11. അതായത് 3, 7, 11 ഈ 3 നമ്പേഴ്സ് ജോയിൻ ചെയ്താൽ കിട്ടുന്നത് ഇക്വിലാറ്റർ ട്രയാങ്കിൾ ആയിരിക്കും. സപ്പോസ് ഐ സ്റ്റാർട്ട് വിത്ത് 4 സ്റ്റാർട്ട് ചെയ്താൽ 4 ഡിഫറൻസ് 4 ആണ് നമ്മൾ കണ്ടു. 4 + 4 8, 8 + 4 12 ആയിരിക്കും അല്ലേ? അതായത് നമുക്കിപ്പോൾ മൊത്തം എത്ര കേസ് കിട്ടി? ഈ 4 കേസ് കിട്ടി അല്ലേ? ആൻഡ് ഇഫ് ഐ സ്റ്റാർട്ട് നെക്സ്റ്റ് ഫ്രം 5 + 4 9, 9 + 4 ക്ലോക്കിൽ 9ന്റെ കൂടെ 4 നമ്പർ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന 1 ആണ്. അത് ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ 6ന്റെ കേസ് 6 + 4 10, 10ന്റെ കൂടെ 4 നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 2 ആയിരിക്കും. അത് എഴുതിയിട്ടുണ്ട്. അതായത് ബാക്കി എല്ലാ കേസസും നമ്മളിവിടെ ഓൾറെഡി എഴുതിയിട്ടുള്ളതാണ്. അപ്പൊ ഈ 4 കേസസ് ആണ് പോസിബിൾ. അതായത് 4 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആർ പോസിബിൾ. 4 ഇക്വിലാറ്ററൽ triangles are possible. Third question. In each problem below, draw a circle and a chord to divide it into 2 parts such that the parts are specified. All angles on one part 80 degree. അതായത് നമുക്കൊരു സർക്കിൾ വരയ്ക്കണം. ആ സർക്കിളിൽ ഒരു കോഡും വരയ്ക്കണം. ആ കോഡ് ഈ സർക്കിളിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. എങ്ങനെയായിരിക്കണം ആ പാർട്സ്? ഓൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട് 80 ഡിഗ്രി. അതായത് അതിൻ്റെ ഒരു പാർട്ടിലെ എല്ലാ ആംഗിൾസും 80 ഡിഗ്രി വരുന്ന രീതിയിലായിരിക്കണം. അതായത് ഒരു പാർട്ടിലെ എല്ലാ ആംഗിളും 80 ഡിഗ്രി ആണെങ്കിൽ ആ സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും? സെൻട്രൽ ആംഗിൾ ആ ഒരു പാർട്ടിലെ ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും അല്ലേ? സെൻട്രൽ ആംഗിൾ ഈസ് ഡബിൾ ഓഫ് 80 ഡിഗ്രി. 2 into 80 160 ഡിഗ്രി ആയിരിക്കും. അതായത് നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നു. സർക്കിളിന്റെ സെന്റർ മാർക്ക് ചെയ്യുന്നു. സെൻട്രൽ ആംഗിൾ 160 ഡിഗ്രി വരുന്ന രീതിയിൽ ഒരു ആംഗിൾ വരയ്ക്കുക. 160 ഡിഗ്രി സെൻട്രൽ ആംഗിൾ മസ്റ്റ് ബി 160 ഡിഗ്രി. ഇനി ഒരു കോഡ് വരയ്ക്കണം അല്ലേ? അപ്പൊ ഈ 2 എൻഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് നമുക്ക് കോഡ് വരയ്ക്കാം. ഈ 2 എൻഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് കോഡ് വരച്ചിട്ടുണ്ട്. സോ വി ഗോട്ട് എ സർക്കിൾ ആൻഡ് എ കോഡ് ഓഫ് ദ സർക്കിൾ. ഞാൻ ആ കോഡിന് AB എന്ന് പേര് കൊടുക്കുന്നു.
ഇനി നമുക്ക് ഈ സർക്കിളിന്റെ ഈ പാർട്ടിലുള്ള ഏതൊരു പോയിന്റ് എടുത്താലും, സപ്പോസ് ഐ ടേക്ക് എ പോയിന്റ് പി, ഈ പി ഈ കോഡിന്റെ എൻ പോയിന്റ്സുമായിട്ട് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ആംഗിൾ, ഈ ആംഗിൾ എന്തായിരിക്കും? ഈ ആംഗിൾ 160 ഡിഗ്രിയുടെ ഹാഫ് ആയിരിക്കും. അതായത് ഈ ആംഗിൾ 80 ഡിഗ്രി ആയിരിക്കും. ഈ പോയിന്റ് മാത്രമല്ല, if we take any other point on this part, we get angle as 80 degree only, because the central angle is 160 degree. നമ്മൾ പഠിച്ചിട്ടുണ്ട് തിയറം, angle made by an arc on its alternate arc is half the angle made at the center. ഇത് 160 ഡിഗ്രി ആയതുകൊണ്ട് ഈ പാർട്ടിലെ ഏതൊരു ആംഗിളും 160 ഡിഗ്രിയുടെ ഹാഫ് 80 ഡിഗ്രി ആയിരിക്കും. So if I take any point Q here and join this, I get this angle as 80 degree. So if you take any point, that angle is 80 degree on this part. ഇതേ രീതിക്ക് തന്നെ സെക്കൻഡ് പ്രോബ്ലം ചെയ്യാം. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ആണ്, all angles on one part, half of all angles on the other. അതായത് നമുക്കൊരു സർക്കിൾ വരയ്ക്കണം, ആ സർക്കിളിൽ ഒരു കോഡ് വരയ്ക്കണം. അപ്പോൾ കിട്ടുന്ന ആംഗിള്, ഒരു പാർട്ടിലെ ആംഗിള് മറ്റേ പാർട്ടിലെ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. ഞാൻ ഈ കോഡ് ഇവിടെ എ ബി ആയിട്ട് എടുത്തിട്ടുണ്ട്. സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആസ് O. ഈ പിയും ക്യൂവും ഈ സർക്കിളിലെ രണ്ട് പോയിന്റ്സ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇപ്പോൾ സെൻട്രൽ ആംഗിൾ സി ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ ഹാഫ് സി ആയിരിക്കും. നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്തായിരിക്കും? 180 മൈനസ് ഹാഫ് സി ആയിരിക്കും. അതായത് ഈ രണ്ട് ആംഗിളിന്റെ, ആംഗിൾ പിയുടെയും ആംഗിൾ ക്യൂവിന്റെയും സമ്മ് 180 ഡിഗ്രി ആയിരിക്കും നമ്മൾ കണ്ടു. നമുക്കിവിടെ ലെറ്റ് ആംഗിൾ പി എക്സ് ആയിട്ട് എടുക്കാം. അപ്പൊ ആംഗിൾ ക്യൂ എന്തായിരിക്കണം? നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം, അക്കോർഡിംഗ് ടു അവർ ക്വസ്റ്റ്യൻ, all angles on one part, half of all angles on the other part. ഈ ഒരു പാർട്ടിൽ എടുക്കുന്ന ആംഗിളിന്റെ ഹാഫ് ആയിരിക്കണം മറ്റേ പാർട്ടിലെ ആംഗിൾ. അപ്പൊ ആംഗിൾ ക്യൂ ഹാഫ് എക്സ് ആയിരിക്കും. ഇനി ഇതിന്റെ രണ്ടിന്റെ സമ്മ്, ആംഗിൾ പിയുടെയും ആംഗിൾ ക്യൂവിന്റെയും സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. സോ എക്സ് പ്ലസ് ഹാഫ് എക്സ് 180 ആയിരിക്കും. എക്സ് പ്ലസ് ഹാഫ് എക്സ് എത്രയായിരിക്കും? 3/2 എക്സ് ആയിരിക്കും അല്ലേ? 3/2 x is 180. So x is 180. ഈ 2നെ റൈറ്റിലേക്ക് എടുക്കാം. 180 into 2, 3 മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് റൈറ്റിലേക്ക് എടുക്കുമ്പോൾ ഡിവൈഡ് ചെയ്യണം. 180/3 60. 60 into 2 120 ഡിഗ്രി ആയിരിക്കും എക്സിന്റെ വാല്യൂ. അതായത് ഇവിടെ ആംഗിൾ പി 120 ഡിഗ്രി കിട്ടും. ആംഗിൾ പി 120 ആണെങ്കിൽ ആംഗിൾ ക്യൂ എന്തായിരിക്കും? ഈ ആംഗിൾ പിയുടെയും ആംഗിൾ ക്യൂവിന്റെ സമ്മ് 180 ആയിരിക്കും നമ്മൾ കണ്ടു. അതുകൊണ്ട് ആംഗിൾ ക്യൂ എന്തായിരിക്കും? 180 മൈനസ് 120 ആയിരിക്കും. അതായത് ഈ ആംഗിള് 60 ഡിഗ്രി ആയിരിക്കും. അതായത് ഒരു സർക്കിൾ വരച്ചിട്ട് അതിന്റെ ഒരു പാർട്ടിലെ ആംഗിൾ നമ്മൾ 60 ഡിഗ്രി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മറ്റേ പാർട്ടിലെ ആംഗിൾ എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. അതായത് 60 ഡിഗ്രി ഒരു പാർട്ടിലും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പാർട്ടിൽ 120 ഡിഗ്രി വരുന്ന രീതിയിൽ നമ്മൾ കോഡ് വരച്ച് ആംഗിൾസ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓൾ ആംഗിൾ ഓൺ വൺ പാർട്ട് ആസ് ഹാഫ് ആംഗിൾ ഓൺ ദ അതർ പാർട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. എ റോഡ് ബെൻഡ് ഇൻ ടു ആൻ ആംഗിൾ പ്ലേസ്ഡ് വിത്ത് ഇറ്റ്സ് കോർണർ അറ്റ് ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് 1/10 ഓഫ് ദ സർക്കിൾ ലൈസ് വിതിൻ ഇറ്റ്. If it is placed with its corner on another circle, what part of the circle would be within it? അതായത് ഇവിടെ ഒരു റോഡ് ബെൻഡ് ചെയ്ത് ഒരു ആംഗിൾ ആക്കിയിട്ടുണ്ട്. ആ ആംഗിൾ ഒരു സർക്കിളിന്റെ സെന്ററിൽ വെച്ച് കഴിയുമ്പോൾ ആ സർക്കിളിന്റെ 1/10 പാർട്ട് ആ ആംഗിളിനുള്ളിലായിരിക്കും അല്ല? അങ്ങനെയാണെങ്കിൽ ആ ആംഗിൾ ഫോം ചെയ്യുന്ന റോഡ് വളച്ചിട്ടാണ്. ആ റോഡ് അല്ലെങ്കിൽ ആ ആംഗിള് വേറൊരു സർക്കിളിൽ വെച്ച് കഴിഞ്ഞാൽ, സർക്കിൾ എന്ന് പറയുമ്പോൾ ഓൺ ദ സർക്കിൾ ആണ്, ആ സർക്കിളിന്റെ എത്ര പാർട്ട് ആ ആംഗിളിന് ഉള്ളിലായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ രണ്ട് സർക്കിളാണ്. അപ്പോൾ നമ്മൾ ഈ ആംഗിൾ, ലെറ്റ് ആംഗിൾ ഫോംഡ് ബൈ ബെൻഡിങ് ദ റോഡ് ഈസ് എക്സ് ഡിഗ്രി എന്ന് എടുക്കുന്നു. ആ എക്സ് ഡിഗ്രി ആംഗിൾ വരുന്ന ആ റോഡ് ഫസ്റ്റ് സർക്കിളിന്റെ സെൻട്രൽ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആ സർക്കിളിന്റെ 1/10 പാർട്ട് ഈ റോഡിനുള്ളിലായിട്ട് കിട്ടും. ഇഫ് ഇറ്റ് ഈസ് സോ, ഇഫ് ദ സെയിം റോഡ് വിത്ത് ദിസ് സെയിം ആംഗിൾ ഈസ് kept
on another circle, what part of the circle would be lie within it? ആണെങ്കിൽ ഈ സെയിം റോഡ് വേറൊരു സർക്കിളിന്റെ സർക്കംഫറൻസിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേ ആംഗിൾ തന്നെ ആയിരിക്കും കിട്ടുന്നത് അല്ലേ? കാരണം ഈ റോഡിന്റെ ആംഗിൾ ഫിക്സഡ് ആണ്, ആ ആംഗിൾ മാറുന്നില്ല. അതിവിടെ സെന്ററിൽ വെച്ചാൽ എക്സ് ഡിഗ്രി ആണെങ്കിൽ വേറെ എവിടെ ഏതൊരു പോയിന്റ് വെച്ചാലും നമുക്ക് കിട്ടുന്നത് എക്സ് ഡിഗ്രി തന്നെ ആയിരിക്കും. ഇനി ഞാൻ ഈ സർക്കിളിന്റെ സെന്റർ O ആയിട്ട് എടുക്കുന്നു. ഈ രണ്ട് പോയിന്റ്സ് ഞാൻ സെന്ററുമായിട്ട് ജോയിൻ ചെയ്യുന്നു. അതായത് ഈ കിട്ടുന്ന ആർക്കിന്റെ എൻ പോയിന്റ്സ് സെന്ററുമായിട്ട് ജോയിൻ ചെയ്താൽ നമുക്കിവിടെ ഒരു ആംഗിൾ കിട്ടും. അതെന്തായിരിക്കും? ഈ ആർക്ക് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഫോം ചെയ്യുന്ന ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും അല്ലേ? ഈ ആർക്ക് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എക്സ്. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും? 2x ആയിരിക്കും. അതായത് ഒന്നാമത്തെ ഡയഗ്രാമില് സെൻട്രൽ ആംഗിൾ എക്സ് ഡിഗ്രി ആണ്. അപ്പം ഈ സർക്കിളിന്റെ പാർട്ട് എത്ര പാർട്ടാണ് ഈ റോഡിനുള്ളിൽ വരുന്നത്? 1/10 പാർട്ട്. നമുക്ക് രണ്ടാമത്തെ സർക്കിളില് സെൻട്രൽ ആംഗിൾ നമുക്ക് 2x കിട്ടി. അപ്പൊ ഈ സർക്കിളിന്റെ എത്ര പാർട്ട് ഈ റോഡിനുള്ളിൽ വരുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എക്സ് ഡിഗ്രി ആയിരിക്കുമ്പോൾ പാർട്ട് ഓഫ് ദ സർക്കിൾ വിത്തിൻ ദ റോഡ് ഈസ് 1/10 ആണ്. അപ്പൊ ഇവിടെ രണ്ടാമത്തെ ഡയഗ്രത്തിൽ അത് 2x ആണ്. അപ്പൊ എത്രയായിരിക്കും? 2 × 1/10 പാർട്ടായിരിക്കും അല്ലേ? അതായത് 2ഉം 10ഉം കട്ട് ചെയ്യുന്നു. 1/5 part of the circle lies within the road. For x degree 1/10, therefore for 2x 2 × 1/10 ആയിരിക്കും. മൾട്ടിപ്ലൈ ചെയ്യണം. x ന് 1/10, അതുകൊണ്ട് 2x ന് 2 × 1/10. അതായത് if this road is placed on another circle, 1/5 part of the circle lies within the road. Next, fifth question. In the picture, O is the center of the circle. A, B, C are points on it. Prove that angle OAC plus angle ABC is 90 degree. ഇവിടെ മൈനർ ആർക്ക് എ സി രണ്ട് ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ഒന്ന് സെൻട്രലും ഒന്ന് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഒരു പോയിന്റ് ആയ ബിയിലും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഗിൾ അറ്റ് സെന്റർ ഈസ് ഡബിൾ ദ ആംഗിൾ അറ്റ് ഇറ്റ്സ് ഓൾട്ടർനേറ്റ് ആർക്ക്. അതായത് ഇവിടെ ആംഗിൾ AOC ആംഗിൾ ABC യുടെ ഡബിൾ ആയിരിക്കും. What is the reason? Angle formed by an arc at center is double the angle formed at its alternate arc. അപ്പോൾ ആംഗിൾ AOC ഡബിൾ ആംഗിൾ ABC എന്ന് കിട്ടും. Call this equation 1. അതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. Now consider triangle AOC. നമ്മുടെ ഈ ട്രയാംഗിൾ AOC കൺസിഡർ ചെയ്താൽ OAയും OC ഈക്വൽ ആയിരിക്കും അല്ലേ? റീസൺ റേഡിയൈ ഓഫ് സെയിം സർക്കിൾ. നമുക്കറിയാം ഒരു ട്രയാംഗിളിന്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ OAയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ഇതാണ് OAയുടെ ഓപ്പോസിറ്റ് ആംഗിൾ OCA. OCയുടെ ഓപ്പോസിറ്റ് ആംഗിൾ OAC. അതായത് ആംഗിൾ OCAയും ആംഗിൾ OAC ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് നമുക്ക് കിട്ടി. ഇനി ഈ ട്രയാംഗിൾ AOCയുടെ ഈ മൂന്ന് ആംഗിളിന്റെ സം 180 ഡിഗ്രി ആയിരിക്കും. സം ഓഫ് ദീസ് ത്രീ ആംഗിൾ ഈസ് 180 ഡിഗ്രി. അതായത് ആംഗിൾ OCA പ്ലസ് ആംഗിൾ OAC പ്ലസ് തേർഡ് ആംഗിൾ AOC. സം ഓഫ് ദീസ് ത്രീ ആംഗിൾ ഈസ് 180 ഡിഗ്രി. ഈ ആംഗിൾ OCA നമുക്ക് ഏതിന് ഈക്വൽ ആണെന്ന് കിട്ടി? ആംഗിൾ OACക്ക് ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പോൾ ഈ ആംഗിൾ OCAക്ക് പകരം എനിക്ക് ആംഗിൾ OAC എഴുതാം. Instead of angle OCA, I can write angle OAC because angle OCA is equal to angle OAC. Angle OAC plus and from equation 1 I have angle AOC. Angle AOC ക്ക് പകരം 2 angle ABC എന്ന് എഴുതാം. നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. is equal to 180 ഡിഗ്രി. ആംഗിൾ OAC പ്ലസ് ആംഗിൾ OAC 2 ആംഗിൾ OAC ആണ്. ആംഗിൾ OACയുടെ കൂടെ ആംഗിൾ OAC ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 ആംഗിൾ OAC എന്ന് കിട്ടും. പ്ലസ് 2 ആംഗിൾ ABC is equal to 180 ഡിഗ്രി. From these two is common. Take 2 out of the bracket. 2 taken out. Angle OAC from 2 angle ABC. 2 already taken outside. Angle ABC is equal to 180 degree. Taking these 2 to right side. 2 is multiplied here. So when you take right side, you have to divide. Angle OAC plus
angle ABC is equal to 180 divided by 2 is equal to 90 degree. So we got angle OAC plus angle ABC is equal to 90 degree. This is only asked to prove. Dear students, contact me if you have any doubt. Let us meet in next class. Okay, bye.